ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. വർഷത്തെ തിരുനാളിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള നമ്മുടെ കരുത്തനായിട്ടുള്ള സാരഥി ശ്രീ രജിൻ പാലത്തിങ്ങലിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ചേട്ടൻ, ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ ഇടവകയെ കഴിഞ്ഞ 1.5 വർഷത്തിലേറെ കാലമായിട്ട് ആത്മീയമായി ഏറ്റവും ഉന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ റാഫേലച്ഛൻ, കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ നമ്മുടെ കൂടെയെങ്കിലും യുവാക്കളുടെ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിനോയ് കൊച്ചച്ഛൻ, എൻ്റെ കൂടെ എല്ലാ സമയവും എല്ലാ കാര്യത്തിലും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട കൈക്കാരൻ ആൻഡോ ചേട്ടൻ, തിരുനാളാഘോഷ കമ്മിറ്റി തിരഞ്ഞെടുത്തപ്പോൾ യുവാക്കളുടെ ഒരു കൂട്ടായ്മ അതിലുണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച വ്യക്തിയായി കിട്ടിയിട്ടുള്ളത് നമ്മുടെ സെക്രട്ടറിയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും പ്രായം കുറഞ്ഞൊരു സെക്രട്ടറി തിരുനാളാഘോഷ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. സെക്രട്ടറി പ്രിയപ്പെട്ട ജോൺ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പറപ്പൂക്കര ഇടവക അംഗങ്ങളെ, പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, നല്ലൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് ആശംസിക്കുകയാണ്. ഏറെ സന്തോഷം ഇന്ന് ഈ വേദിയിൽ ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് സ്വാഗതം ആശംസിക്കാൻ നിൽക്കുമ്പോൾ എന്നും എപ്പോഴും ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ടേമിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾക്കൊരു ആവശ്യം ഈ തിരുനാളാഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഇനോഗ്രേഷൻ സമയത്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ ഏറെ തിരക്കുകളുണ്ട്, നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. ആ തിരക്കുകളുടെ ഇടയിൽ നിന്ന് പറപ്പൂക്കര ഇടവകയിൽ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ഇടയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA, പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രൻ ചേട്ടനെ നിങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട റാഫേലച്ഛൻ ഇന്നത്തെ അധ്യക്ഷൻ. നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ജൂബിലി 1625 വർഷക്കാലത്തെ ആ ഒരു ജൂബിലി ഘോഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പദ്ധതികൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്, മൗനമായിട്ടും മുൻനിരയിൽ നിന്ന് എല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ വികാരിയച്ഛനാണ്. വികാരിയച്ഛന് ഈ യോഗത്തിൽ അതോടൊപ്പം ഏറെ ദിവസങ്ങളൊന്നും ആയിട്ടില്ല, ഏകദേശം 2 മാസക്കാലം ആവുന്നേ ഉള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട്. പട്ടം കെട്ടിയിട്ട് ആദ്യത്തെ ഇടവകയാണ്. എങ്കിൽ പോലും നമ്മൾ യുവാക്കളുടെ ഇടയിലും നമ്മളുടെ ഇടയിലും ഒക്കെ വളരെ സ്നേഹപൂർവ്വം, എനിക്ക് തോന്നുന്നു രാത്രി 10:30 വരെയും യുവാക്കളുമായി ഇവിടെ ചർച്ചകളും കളികളിലൊക്കെ ഏർപ്പെട്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ മികച്ച പ്രസംഗകനും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കൊച്ചച്ഛൻ വിനോയ് തെറ്റയിലച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആൻഡോ ചേട്ടന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിൽ ഈ ഒരു കൊല്ലക്കാലം കൈക്കാരനായിട്ട് സേവനം ചെയ്യാൻ എല്ലാ തരത്തിലും അദ്ദേഹം തയ്യാറായിട്ടാണ് ഇവിടെ ഉള്ളത്. മുഴുവൻ സമയം തന്നെ ഈ നമ്മുടെ ഇടവകയുടെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ട ആൻഡോ ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സിജോ, എനിക്ക് തോന്നുന്നു സിജോ തിരക്കിൽ എവിടെ പെട്ടിരിക്കുകയാണോ, എത്തുമായിരിക്കും. സിജോയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി തിരുനാളാഘോഷ കമ്മിറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഓടി നടന്ന് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീ ജോൺ ചെറിയത്തിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുത്തി തന്ന് നമുക്ക് ഏറ്റവും മികച്ചതായിട്ട് കൊണ്ടുപോകാനായിട്ട് ലോനമുത്തപ്പന്റെ പ്രത്യേക മാധ്യസ്ഥവും ദൈവത്തിന്റെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാവട്ടെ. അതിനായിട്ട് കാംക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ഈ ആഘോഷ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MLA ആയിട്ടുള്ള ശ്രീ KK രാമചന്ദ്രൻ സാറ്, നമ്മുടെ ഈ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചച്ഛൻ വിനോയച്ച,
നമ്മുടെ ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ കൺവീനറും കൈക്കാരനുമായിട്ടുള്ള ശ്രീ റെജിൻ, കൈക്കാരനായിട്ടുള്ള ആൻഡ്രേട്ട, സിജോയെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ജയച്ചിറയത്ത്, മറ്റ് ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, അച്ഛനോട് വന്നിട്ട് രണ്ടാമത്തെ പെരുന്നാളാണ്. കഴിഞ്ഞ വർഷം ആദ്യത്തെ പെരുന്നാളായിരുന്നു. അപ്പോൾ ഒക്കെ ഞാനിങ്ങനെ ദൂരെ നിന്നുകൊണ്ട് കാണണം, ആഘോഷിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞൊരു കാലം നന്നായിട്ട് തന്നെ തിരുനാൾ ആഘോഷിച്ചു, കണ്ടു, ഇഷ്ടപ്പെട്ടു. പല കാര്യങ്ങളും ഞാൻ തന്നെ വിമർശിച്ചപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് തോന്നി അത് വിമർശിക്കുന്നത് ശരിയല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള തിരിച്ചറിവ്. കാരണം കഴിഞ്ഞ വർഷം വരെ ഞാൻ ദൂരെ നിന്നുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമായിരുന്നു. തീർച്ചയായിട്ടും എന്നെ അപേക്ഷിച്ചിടത്തോളം ഞാൻ മാറി നിന്ന് ചിന്തിക്കേണ്ട ഒരാളല്ലെന്ന് വ്യക്തമാണെന്ന് എനിക്കറിയാമെങ്കിലും പലപ്പോഴും വിമർശന ബുദ്ധിയോടുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്കും കാര്യങ്ങളുടെ പുരോഗതിക്കും വളരെ ഉപകാരപ്രദമാണ് എന്നുള്ള ചിന്തകൊണ്ട് പലപ്പോഴും അങ്ങനെ ഒരു നയം കൂടി നമ്മൾ ചിലപ്പെടുക്കാറുണ്ട്. ചില കാര്യങ്ങളിൽ മാറി നിൽക്കുക, കാണുക, കേൾക്കുക, അറിയുക, എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുക. കഴിഞ്ഞ വർഷത്തെ കൺവീനർ സൈമൺ അത് മനോഹരമായ കമ്മിറ്റിയും കൈക്കാരന്മാരും ഭംഗിയായി ചെയ്യുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഈ അരിച്ചനില്ലെങ്കിലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും, കൊച്ചച്ഛനില്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ ആൽവിനച്ഛനും ഒരുപാട് അതിൻ്റെ കൂട്ടത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ വർഷം അതുപോലെ ശക്തമായിട്ടുള്ള കൺവീനറെയും അതോടൊപ്പം തന്നെയുള്ള കൺവീനർമാരെയും സെക്രട്ടറികളെ തുടങ്ങിയ ഭാരവാഹികളെയും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പ്രസ്ഥാനത്തിൽ എല്ലാവർക്കും നേതൃത്വം കൊടുക്കാൻ പറ്റില്ല. കുറേ പേര് നേതൃത്വം കൊടുക്കാനായിട്ട് ഉറപ്പായിട്ടുണ്ടായിരിക്കണം. പഠിച്ചു കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു, ഇനി അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ തിരുനാളും ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ ഈ തിരുനാൾ നമ്മുടെ ഒരു വികാരമാണ്. അച്ഛൻ പറയുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോനമത്തപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ്. വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ നമുക്ക് ഇഷ്ടമില്ല. ആരെന്ത് പറഞ്ഞാലും, ഞാൻ പലപ്പോഴും കളിയാക്കാറൊക്കെ ഉണ്ടെങ്കിലും, നമ്മുടെ ഈ പറപ്പൂക്കനെയൊക്കെ ആയിട്ട് ഞാൻ വെറുതെ കളിയാക്കാറുണ്ടെങ്കിലും, എന്നെ വീക്ഷിച്ചിടത്തോളം നിങ്ങളുടെ തീവ്രമായ ശക്തമായിട്ടുള്ള വിശ്വാസവും അതിനോടുള്ള താല്പര്യവും അതിനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ആ ആഗ്രഹങ്ങളും ഒക്കെ കാണുമ്പോൾ അതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല. വല്ലപ്പോഴൊക്കെ ചെറിയ ചെറിയ കളിയാക്കലുകൾ നടത്തുന്നല്ലാതെ അത് ആത്മീയ വശം പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ അതിൻ്റെ സാംസ്കാരികമായ കാര്യമായിരിക്കും പറയുക. വേറൊരു കൂട്ടർക്ക് അതിൻ്റെ ആഘോഷങ്ങളായ വെടിക്കെട്ടോ അലങ്കാരങ്ങളോ ആയിരിക്കും. ചിലർക്ക് ലൈറ്റ് അലങ്കാരമായിരിക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ വാശി പിടിക്കാനായിട്ട് പാടില്ല. എനിക്കിഷ്ടമുള്ളത് നിനക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവണം നിർബന്ധമില്ല. നിന്റെ ഇഷ്ടമായിരിക്കില്ല എൻ്റെ ഇഷ്ടം. അപ്പം അതുകൊണ്ട് അതിനെല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോവുക എന്നതാണ് കൺവീനറിൻ്റെയും അതുപോലെ മറ്റുള്ള കമ്മിറ്റി അംഗങ്ങളുടെയും വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം. ഞങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഇങ്ങനെ ആഘോഷങ്ങൾ അതിനകത്തൊന്ന് ആസ്വദിക്കുക എന്നല്ലാതെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ആഘോഷത്തെ അത്രയും നമ്മൾ ബാധിച്ചെന്ന് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് കൺവീനർമാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നവർ ഉത്തരവാദിത്വ ബോധത്തോടെ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കടമകളെ കൃത്യതയോടുകൂടി നിർവഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇടവക സമൂഹത്തിനും ഇവിടെ കടന്നു വരുന്ന വിശ്വാസ സമൂഹത്തിനും വേണ്ടിയിട്ടാണ് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഈ വർഷത്തെ തിരുനാൾ ഗംഭീരമാക്കാനായിട്ട് പരിശ്രമിക്കുക. അതുപോലെ മറ്റ് കൺവീനർമാർക്കും സഹകൺവീനർമാർക്കും സഹകരിക്കുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് നേരുന്നു. ഇടവക സമൂഹമായ നമ്മളെ അപേക്ഷിച്ചിടത്തോളം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരുമയുടെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ തിരുനാൾ ആഘോഷം. പ്രത്യേകിച്ച് ഇടവക തിരുനാൾ എന്ന് പറഞ്ഞാൽ അത് ഒരുമയുടെ തിരുനാളാണ്. അത് പരസ്പരം കലഹിക്കാനോ ഭിന്നിക്കാനോ ഈ ആധ്യാത്മികമായ കൂട്ടായ്മ കഴിഞ്ഞ് തല്ലുകൂട്ടം തീർക്കാൻ പോകുന്ന അവസ്ഥ ചിലപ്പോൾ ചില ഇടവകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കസർത്തുകൾ നടത്തുമ്പോൾ അത് നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മയുടെ നമ്മുടെ ഇടവകയുടെ സത്പേരിനെ ബാധിക്കുന്നതാണ് എന്ന ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ നമ്മളൊക്കെ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാചകടിക്കാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എൻ്റെ ഈ പെരുന്നാൾ ഭംഗിയാക്കാൻ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് സന്തോഷകരമായ കാര്യമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇടവക സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ള പിന്തുണ നമ്മൾ കൊടുക്കുമ്പോൾ ഉറപ്പായും നമ്മുടെ തിരുനാട് ഭംഗിയാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ആത്മീയ വശമുണ്ട്, സാംസ്കാരിക വശമുണ്ട്, ആഘോഷമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ചിലർ ചിന്തിക്കും ആത്മീയമായ കാര്യം മാത്രമേ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ MLA എന്ന നിലയിൽ നമ്മുടെ ഇടവകയുടെയും കൂടിയും അവകാശവും അധികാരവും കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വവും MLAക്ക് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. നല്ല മനസ്സോടെ ഈ സമയത്ത് നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനും നമ്മുടെ ഇന്നത്തെ ഈ
ഈ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനൊക്കെ വന്നിരിക്കുന്ന എംഎൽഎയോടും നന്ദിയും കടപ്പാടും വ്യക്തിപരമായിട്ട് അച്ഛൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും വരാനിരിക്കുന്ന തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും അത് കൂട്ടായ്മയോടുകൂടി നടത്താനായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു മനസ്സും ഒരു ചിന്തയും ഒരു വികാരവുമായി അനുബന്ധപ്പെടാൻ നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും നമ്മുടെ ഇടവകയിലും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. കയ്യടി കൊടുക്കാട്ടോ. ബഹുമാനപ്പെട്ട അച്ഛൻ, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ ജെറിൻ പാലത്തിങ്കിൽ, ആശംസാ പ്രസംഗം നടത്തുന്ന കൊച്ചച്ഛൻ വിനോയ് തെറ്റയിൽ, നന്ദി രേഖപ്പെടുത്തുന്ന സെക്രട്ടറി ശ്രീ ജോൺ ജെ ചിറയത്ത്, മറ്റ് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നേരത്തെ അച്ഛൻ പറഞ്ഞോണം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒരു സംസാരം നടത്തേണ്ട ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരിപാടികളിലും ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷവും ഞാൻ തന്നെയാണ് ഇവിടെ നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ഒരു സ്റ്റേജൊക്കെ കെട്ടി. കഴിഞ്ഞ വർഷം എനിക്ക് എത്താൻ പറ്റിയില്ല, ഞാൻ തിരുവനന്തപുരത്ത് പ്രോഗ്രാംസിലൊക്കെ ആയിരുന്നു. എല്ലാ വർഷവും തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരാറുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിപാടികളിലും വാർഷികങ്ങളിലും ഒക്കെ ഞാൻ എത്താറുണ്ട്. പിന്നൊരു സന്തോഷം ഞാനിപ്പോൾ അറിയാൻ കഴിഞ്ഞു, നമ്മുടെ സ്കൂളിന് 2026 to 32 വരെയുള്ള അഫിലിയേഷൻ കിട്ടി എന്നുള്ള സന്തോഷം കൂടി അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മണ്ഡലത്തിലുള്ള സ്കൂളുകളൊക്കെ മികച്ചതാവണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഏതെങ്കിലും ഒരു സ്കൂൾ മികച്ചതാവണമെന്നല്ല, എല്ലാ സ്കൂളുകളും മികച്ചതായ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾക്ക് വീടിൻ്റെ അടുത്തുള്ള സ്കൂളുകൾ നന്നായി അവിടെയൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, യാത്രാ ചെലവുകളൊക്കെ കുറച്ച് ഒക്കെ അങ്ങനെയുള്ള സ്കൂളുകൾ വളർന്നു വരണമെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സെൻറ്റ് ജോൺസ് പബ്ലിക് സ്കൂൾ അതിൻ്റെ അഫിലിയേഷൻ പുതുക്കി. എൻ്റെ ഓർമ്മയിലൊരു 5-6 വർഷം മുമ്പൊക്കെ പ്രത്യേകിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇവിടെ ക്ഷേത്രവും പള്ളിയൊക്കെ ഒരുമിച്ച് ഒരു ഗേറ്റൊക്കെ വെച്ച് സോഷ്യൽ മീഡിയ കൂടെയൊക്കെ വലിയ പ്രചരണം കിട്ടിയൊരു കാലം ഉണ്ടായിരുന്നു. തന്തിക്കലിലൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളുടെ ഇവിടെ ലോനമുത്തപ്പൻ്റെ ആർച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ചർച്ച ചെയ്യപ്പെട്ടൊരു മേഖലയാണ്. നല്ല രീതിയിൽ മതസൗഹാർദ്ദം സംരക്ഷിക്കുകയും അവരവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ അതെല്ലാം സ്വതന്ത്രമായി സംരക്ഷിക്കാനും ആചരിക്കാനും കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിലേതൊക്കെ ഉള്ളൂ എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ട്. നമുക്കത് സംരക്ഷിക്കുക. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ നമ്മളോട് കൂട്ടിയേ കൂടില്ലല്ലോ. ശ്രീ കെ രാമചന്ദ്രൻ സാർ, വികാരിയച്ഛൻ റാഫേൽ വന്യക്കാരനച്ച, ജനറൽ കൺവീനർ റെജിൻ ചേട്ടാ, സെക്രട്ടറി ജോൺ ജെ ചിറയത്ത്, കൈക്കാരന്മാരെ, ആഘോഷ കമ്മിറ്റി അംഗങ്ങളെ, ഇടവക ജനമേ, വളരെ സന്തോഷമുണ്ട്. ഇത്രയും നാളും
പറപ്പൂക്കര ഇടവകയിൽ തിരുനാൾ കാണുന്നതിനായിട്ടാണ്, തിരുനാൾ ആഘോഷിക്കുന്നതിനായിട്ടാണ് തീർച്ചയായിട്ടും ഇടവകയിൽ ലോനമുത്തപ്പൻ്റെ കൂട് തീർക്കുന്ന സമയമായിക്കൊള്ളട്ടെ, ആന കാണാനായിക്കൊള്ളട്ടെ, വെടിക്കെട്ട് കാണാനായിക്കൊള്ളട്ടെ, എൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ സെമിനാർ ചേർന്നതിന് ശേഷമൊക്കെ പറപ്പൂക്കര ഇടവകയിൽ വരാനായിട്ട് സാധിച്ചത്. ഇനി പറപ്പൂക്കര ഇടവകയുടെ തിരുനാളിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഇപ്പോൾ കൊച്ചിനായിരുന്നു കൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാധിക്കുകയാണ്. ഞാൻ ഓരോ തിരുനാളിനെയും മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഓരോ തിരുനാളിലും ഒരു തിരിഞ്ഞു നോട്ടമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ അവസ്ഥകളിലേക്ക് ഉള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് യഥാർത്ഥത്തിൽ ഓരോ തിരുനാളുകളും. ഒരു വർഷം കഴിഞ്ഞു, മെയ് 16-ാം തീയതിയിൽ നിന്ന് കഴിഞ്ഞ തിരുനാൾ ആഘോഷം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷക്കാലം എൻ്റെ ജീവിത സാഹചര്യങ്ങളും എൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങളെല്ലാം ഒന്ന് തിരിഞ്ഞു നോട്ടം നടത്താനുള്ള വലിയ വേദിയാണ് അല്ലെങ്കിൽ വലിയൊരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഓരോ തിരുനാളുകളും. ഒരു തിരുനാളിന് യഥാർത്ഥ രണ്ട് വശങ്ങളുണ്ട്, ഒരു ആത്മീയ വശമുണ്ട്, ഒരു ഭൗതിക വശമുണ്ട്. അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് വശങ്ങളും ഒരുമിച്ച് ഒരു നാണയത്തിൽ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ ഒരുമിച്ച് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തിരുനാൾ വളരെ ആഘോഷമാകുന്നത്, കെങ്കേകമാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ആഘോഷ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ കരുത്തുറ്റ, വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന നല്ലൊരു ആഘോഷ കമ്മിറ്റിയാണ് നമുക്കുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് റിജിൻ ചേട്ടൻ. പല വിവിധ കമ്മിറ്റികളിലായിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഈ തിരുനാൾ മെയ് 15, മെയ് 16 തീയതികളിൽ തിരുനാൾ വളരെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ആഘോഷ കമ്മിറ്റിക്കും ഇടവക ജനത്തിനും വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വികാരിച്ചൻ റാഫേലച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ സമാപനത്തിലേക്ക് നാം കടക്കുമ്പോൾ നന്ദിയുടെ ഏതാനും വാക്കുകൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ വികാരിയച്ഛൻ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അച്ഛ, നമ്മുടെ വിശുദ്ധ ലോനാമുത്തപ്പൻ്റെ തിരുനാൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ MLA ശ്രീ KK രാമചന്ദ്രൻ സർ, ആശംസകൾ നേർന്ന അസിസ്റ്റന്റ് വികാരി ഫാദർ വിനോയ് തെറ്റേൽ, സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ ആൻഡ് ട്രസ്റ്റി ശ്രീ റിജിൻ പാലത്തിങ്കൽ, ട്രസ്റ്റിമാരായ ശ്രീ ആൻഡോ പുലോക്കാരൻ, ശ്രീ സിജോ പൊന്തോക്കൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങളെ, വികസന പ്രവർത്തനങ്ങളുടെയും ജനസേവനത്തിൻ്റെയും തിരക്കിൽക്കിടയിലും നമ്മുടെ ഇടവകയിലുള്ള സ്നേഹവും കരുതലും മുൻനിർത്തി ഈ ചടങ്ങ് ഗംഭീരമാക്കാൻ എത്തിച്ചേരുകയും ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ KK രാമചന്ദ്രൻ സാറിന് ഇടവകയുടെയും കമ്മിറ്റിയിലെ ഓരോ അംഗത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് ആഘോഷങ്ങളുടെ വിജയത്തിന് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ജനറൽ കൺവീനർ ശ്രീ റിജിൻ പാലത്തിങ്കലിനും ഏത് കാര്യവും മനോഹരമായി പൂർത്തിയാക്കുവാനും ഈ ദിവസം മനോഹരമാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത വിവിധ കമ്മിറ്റിയുടെ കൺവീനർമാർക്കും ജോയിൻ്റ് കൺവീനർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇടവകയുടെ കരുത്ത് ഓരോ ഇടവാംഗങ്ങളുമാണ്. ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ സഹകരണമാണ് ഏതൊരു വലിയ കാരണവും ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നത്. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് നാടമുറിക്കുന്നതിന് വേണ്ടി നമ്മുടെ
താഴ്ത്തു